ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ നാളായി കുറേ നാളായി ഈ സ്റ്റേഡിയത്തിൽ 2 റൗണ്ട് അങ്ങോട്ടും 2 റൗണ്ട് ഇങ്ങോട്ടും നടക്കുമ്പോഴത്തേക്ക് ഒരു ബോർഡ് കാണാറുണ്ട്. കൊസർ ലബൻ, സൈൻ ലബൻ അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങൾ ആ ഒരു ബോർഡ് ഞാനവിടെ കാണാറുണ്ട്. പിന്നീട് നോക്കിയപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയപ്പോൾ ഈ സാധനം ഭയങ്കര വൈറലാണ്. എല്ലാവരും പോയി കഴിക്കുന്നു, എല്ലാവരും ഗ്രൂപ്പായിട്ട് പോയി കഴിക്കുന്നു, അല്ലാണ്ട് പോയി കഴിക്കുന്നു. ഒറ്റയ്ക്ക് പോയി കഴിച്ചവർ പറയുന്നത് എനിക്ക് ഒറ്റയ്ക്ക് കഴിച്ച് തീർക്കാൻ പറ്റത്തില്ല, അത് 2-3 പേരുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ ഭയങ്കര തള്ളിമറിക്കലും കാര്യങ്ങളൊക്കെ. എന്നാൽ പിന്നെ എന്ത് ചെയ്യുക, നോക്കില്ല, ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഇതുവരെ ആ സാധനം ട്രൈ ചെയ്തില്ല. ജീവിതത്തിൽ ഇതുവരെ ഞാൻ ആ സാധനം ട്രൈ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഞാൻ മാത്രമല്ല ഒറ്റയ്ക്ക് കൊസർ ലബാൻ്റെ വെർജിനിറ്റി ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്സിയുണ്ട്, അപ്സിന്ന് കൊസർ ലബാൻ വെർജിനിറ്റി ബ്രേക്ക്. പിന്നെന്താ, നീയല്ലേ കാശ് കൊടുക്കണം, നമ്മൾ ധൈര്യമായിട്ട് കഴിക്കും. നല്ല കാശുള്ള പണിയെടുക്കുന്നതിനാണ്, DJ ചെയ്യുന്ന ഒരുത്തനാണ്, ഇവന്റുകൾ കണ്ടക്ട് ചെയ്യുന്ന ഒരുത്തനാണ്. എന്നിട്ട് ഞാൻ പൈസ മുടക്കുന്നു. ഉളുപ്പുണ്ടോടോ? ഉളുപ്പ് ഇതിനകത്തില്ല. നീ വാങ്ങിച്ച നിന്നോടുള്ള സ്നേഹം, അതിനു വേണ്ടി മാത്രം. എന്നോടുള്ള സ്നേഹം. ഫോണിലേക്ക് ആരെങ്കിലും ചെറിയ ഐ കോണ്ടാക്ട് അല്ലെങ്കിൽ നമ്മളറിയാവുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നമ്മളെ പരിചയമുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഞാൻ കൊണ്ടുപോകുന്നത്. ഫ്രണ്ടിൽ നടക്കുന്നത് ഇത് നമ്മുടെ ഈസി മീറ്റിന്റെ മുതലാളി. എങ്ങനെയുണ്ട് പിള്ളേരൊക്കെ വല്ലണ്ട? ഈസി മീറ്റിനകത്ത് എന്താ പറയുക, ഇപ്പം 2 സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഗ്രൂപ്പായിട്ടുള്ള മീറ്റപ്പും കാര്യങ്ങളുണ്ട്. 1-1 വന്നിട്ടുണ്ട്. ഒരാൾക്കും വേറൊരാൾക്കും മീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. പ്ലേ സ്റ്റോറിലും എല്ലാത്തിനകത്തും ഉണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സോ നമ്മളിപ്പോൾ കൊസർ ലബൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. അസൽ എന്താണ് നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം? ഈ എത്ര ഹൈപ്പ് കൊടുക്കാൻ മാത്രം ഉണ്ടോ? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഞാനും കഴിച്ചിട്ടില്ല. ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ കാണാറുണ്ട്. പറഞ്ഞ പോലെ എല്ലാ ദിവസവും വരുമ്പോഴും ഇത് കാണാറുണ്ട്. ഇതെന്താണെന്ന് ഇങ്ങനെ അറിയാൻ വേണ്ടി കഴിക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് നീ ദേവദൂതനെ പോലെ വന്നത്. നീയാണ് പിന്നെ പൈസ നീയാണല്ലോ കൊടുക്കണേ. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അവിടെ ഉള്ള മുഴുവൻ മെനുവും തിന്നും. ഗൈസ്, ഇന്ന് ആ ഒരു കടക്ക് വേണ്ടി പുതിയതായിട്ടൊരു പണിക്കാരനെ കൊടുക്കുന്നതാണ് ഞങ്ങൾ. എടോ, നിങ്ങളൊക്കെ എന്നെ നോക്കേണ്ടത്. ഞാൻ വലുതായി കഴിഞ്ഞാൽ നിങ്ങളെയൊക്കെ ഞാൻ കൊണ്ടുനടക്കത്തിട്ട് നിങ്ങളാ. ഞാൻ ഒരു നിലയിലെത്തി നല്ലൊരു വരുമാനമൊക്കെ വരുമ്പോഴത്തേക്ക് പിന്നെ നിങ്ങളൊക്കെ സ്പോൺസർ ആരാ? ആ ഉസ്ബെക്കിസ്ഥാന്റെ കട എവിടെയാണ് കൊണ്ടുവരുന്നത്? കുറെ ആയല്ലോ. ഉസ്ബെക്കിസ്ഥാന്റെ കട? ഉസ്ബെക്കിസ്ഥാനല്ല, കൊസർ ലബൻ. കുറെ ഉണ്ട്. കുസർ ലബൻ, സൈൻ ലബൻ എന്താണ്? സൈനിട്ട് കൊണ്ടായിരിക്കും സൈൻ ലബൻ എന്ന് പേരിട്ടു. ദൈവത്തിനറിയാം, വെറുതെ ഏറി കയറാൻ വേണ്ടി ഓരോന്ന് പറയാ. ഈ കൊസർ ലബൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ മീനിങ് അവരൊക്കെ ചോദിക്കണം. എന്താണെങ്കിലും കൊസർ ലബൻ എന്ന് ഉദ്ദേശിച്ചത് വായി കൊള്ളാന്നല്ല കടയുടെ പേരിടാനുള്ള. മിഠായി കട നല്ല പേരിടാ പോരാ. അതിൽ QSR ലബാൻ, നമ്മൾ ക്യൂ നിന്ന് മേടിക്കൊണ്ടിരിക്കും QSR ലബാൻ എന്ന് പേര്. അങ്ങനെയൊക്കെ പോലെ എന്താണ് സ്റ്റേഡിയത്തിൽ ഇത്ര നിരക്ക്? അങ്ങനെ സ്റ്റേഡിയത്തിൽ അങ്ങനെ നിമിഷങ്ങൾ എണ്ണപ്പെട്ട് വന്നിരിക്കുകയാണ്. ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി നമുക്ക് ഇവിടെ ഇങ്ങനെ റൗണ്ട് അടിച്ച് നടക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മളവിടെ നിന്ന് പോകേണ്ടി വരും. കടയെത്തി എന്താ ഫോക്കസ് ആവാതെ? ബീറ്റ് ബോക്സ് ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ബീറ്റ് ബോക്സിലെ ശവായ ഒരു രക്ഷയില്ല. കടയിലെ തിരക്ക് നോക്ക്. പറ്റിച്ച് ഞാനത് അപ്പുറത്തെ കടയിലിരിക്കുന്നു. പറ്റിച്ച് എന്താണ് ഫോക്കസ് ആവാത്തത്? ഇവനെ കുടിപ്പിക്കുക. ചലഞ്ചായിട്ട് ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ഒരാളെയും കൂടെ വിളിച്ചിട്ട് പോടാ. ആര് വരെയാണ്? ഒരാളും തിരിഞ്ഞു നോക്കണില്ല. അടുത്ത ഇത് ആരെങ്കിലും പെണ്ണുണ്ടെങ്കിൽ ആരെങ്കിലും ചോദിച്ചു ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കാം. 2 റൗണ്ട് നടന്ന് വിയർത്ത് ക്ഷീണിച്ചപ്പോഴത്തേക്കും നമുക്ക് 2 പേരെയല്ല, ഒരാളെയല്ല, 3 പേരെ കിട്ടിയിട്ടുണ്ട്. ഹായ് 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 ഹായ്. അടാ, ഇൻട്രൊഡ്യൂസ് യുവർസെൽഫ്. എൻ്റെ പേര് അയന. ഓക്കേ, നെക്സ്റ്റ് അപർണ. ഈ ട്രിപ്പിൾ എയാ? നിങ്ങൾ 3 പേര് പ്ലാൻ ചെയ്ത് തന്നാണ് ഇതല്ലോ? 3 പേര് വെച്ചിട്ട് വന്നത്. കൊസർ ലബൻ കഴിക്കാൻ നോക്കണോ? കഴിച്ചിട്ടുണ്ടോ ഇതുവരെ? സൈൻ ലബൻ അല്ലേ പഠിക്കണം? എല്ലാം ഒന്നും തോന്നുന്നു, അറിയില്ല. ഓക്കെ, കൊസർ ലബൻ ഫസ്റ്റ് ടൈം അല്ലേ? പോവാ, ലെറ്റ്സ് ഗോ. അപ്പോൾ അവരെ കിട്ടിയിട്ടുണ്ട്, നമുക്ക് നേരെ പോയി ട്രൈ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ട് കേട്ടോ കറക്റ്റായിട്ട്. ഇല്ലെങ്കിൽ ഇത്രയും നേരം നമ്മൾ നോക്കിയിട്ട് ആരും നോക്കിയില്ല, ഒരാളും നോക്കിയില്ല. ഒറ്റയ്ക്ക് പോകുന്നവർ നോക്കി, 2 പേരായിട്ട് പോകുന്ന നോക്കി, ആരും നോക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇന്ന് കഴിക്കാൻ ഭയങ്കര ഭാഗ്യം. ഫുഡ് കഴിച്ചായിരുന്നു? ഇല്ല. അതാണ് നിങ്ങൾക്ക് കഴിക്കാൻ എന്തോ. ഞാൻ ഇന്ന് പറഞ്ഞിട്ട് വന്നാൽ ഇന്ന് കഴിക്കാൻ വൈദ്യ ഭാഗ്യമുള്ള ആരെങ്കിലും ആയിരിക്കും എന്ന് പറഞ്ഞു വന്നത്. നിങ്ങൾക്ക് നല്ല ടൈമുണ്ട്. സോ നമുക്ക് ഇനി അങ്ങോട്ട് നടന്നെത്താം. കൊള്ളാൻ കേട്ടാ. ഈ ഒരാൾ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സംസാരം. എന്താ പറഞ്ഞേ? വീട്ടിൽ നിന്ന് സീറ്റ്സ് കൊണ്ടുവന്ന് ഷുഗർ അടിച്ചിരിക്കുന്നല്ലേ? അത് തീർന്നാ? ബാക്കിയുണ്ടാ? അതെപ്പോഴാണ് തീർക്കണേ? 2 ദിവസം കൊണ്ട് തീർക്കല്ലേ? ആണാ? വെരി ഗുഡ്. വാ. നിങ്ങൾ ഇത് ഏതാ ട്രൈ ചെയ്തിരിക്കും? ഞാൻ ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യണത്. ഞാൻ ഇതുവരെ സാധനം കഴിച്ചിട്ടില്ല.
എന്നാ ഷുഗർ ചാമിക്കോ. ഇവിടുത്തെ ഏതെന്താ ഇത് മൂന്നൊക്കെ നോക്കിയല്ലേ? ഒരു ചീസാ, ചീസ് ബോംബ്. പിന്നെ ഏതാ? പിന്നെ ഏതാ? ആക്കി ഇത് പറഞ്ഞോ, പിസ്താഷ്യോ നോക്കാം. ഒരു ബോംബ് നോക്കാം, ഒരു പിസ്താഷ്യോ നോക്കാം. ഓക്കെ ബ്രോ, ഒരു പിസ്താഷ്യം ഒരു ബോംബും. ആ ഇത് പിസ്താഷ്യോ, ചീസ് ബോംബ്. നിങ്ങൾ ഷുഗർ കട്ടെന്നല്ലേ പറഞ്ഞത്? പിടിച്ചു അത് പിടിക്കുന്ന പിന്നെ എന്തിനാ കൊണ്ടുവന്നത്? ആ എന്തോ എങ്ങനെ എന്നെ എവിടെ കണ്ടിട്ടെന്ന് പറഞ്ഞു? ഏത് റീലില്ല? എന്റെ സ്വന്തം റീലാ? എനിക്ക് എനിക്കൊക്കെ എന്റെ വലിയ റീൽസിനൊക്കെ കാണാൻ ആൾക്കാരുണ്ട്. അതിനകത്ത് ഉണ്ടല്ലോ. മധുരം കഴിക്കാൻ വേണ്ടി പ്രത്യേകം നിങ്ങളിപ്പോ എന്ത് ചെയ്യുന്നത് ഇവിടെ? സിസ്റ്റം കോഴ്സ് ചെയ്യാം. എത്ര 3 മാസം. എങ്ങനെയുണ്ട്? ഞാൻ തന്നെ സെൻസർ എന്ത് ചെയ്യാനാ? സ്പൂൺ 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 ടിഷ്യൂ ടിഷ്യൂ ടിഷ്യൂ. എന്നാടാ പിടിച്ചോ. ആരെങ്കിലും ഇവിടെ കണക്ട് ഇയാണ് സംസാരിക്കുന്നത്. ഇത്ര നേരം സംസാരിച്ചിട്ട് ഇയാണ് ഈ സംസാരിക്കുന്നത്. ആ ഈ സംസാരിക്കുക. ചുമ്മാ ചളിയൊക്കെ അടിച്ചു, ഒരു കുഴപ്പമില്ല. ആരും ഫസ്റ്റ് ആരാ ട്രൈ ചെയ്യുന്നത്? ഷുഗർ കട്ടാണെന്ന് പറഞ്ഞ ഷുഗർ കട്ടെന്ന് പറഞ്ഞിട്ട് ആണോ? നാളെ മുതൽ ഷുഗർ കട്ട്. നാളെ മുതൽ ഷുഗർ കട്ടല്ലേ? നിങ്ങൾ കണ്ടോണം. കണ്ണൂർ ഞാൻ ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് എക്സ്പ്രഷൻസ് നോക്കിക്കോട്ടെ. അവന്റെ മുഖത്ത് വാരി കോരി വരും. പൊടി എൻ്റെ ഓടി കൊണ്ടുപോയി കിറ്റ്കാറ്റിനൊക്കെ ടേസ്റ്റ് അല്ലേ? ആ പണ്ടത്തെ കിറ്റ്കാറ്റിനൊക്കെ ടേസ്റ്റ്. അവരാണ് അഭിപ്രായം പറയുന്നത്. ടേസ്റ്റ് പോലും നോക്കിയിട്ടില്ല അവര്. പണ്ടത്തെ കിറ്റ്കാറ്റിനൊക്കെ ടേസ്റ്റ്. പക്ഷെ പറഞ്ഞ സത്യമാണ്. ഇത് ഒരാൾക്ക് ഒരിക്കലും ഒറ്റക്ക് കഴിച്ചിരിക്കാൻ പറ്റൂല. ഷുഗർ കട്ട് അപ്സി കമോൺ. ഷുഗർ കട്ടാണ് ഒന്നും തോന്നരുത്. അതായത് ഇങ്ങോട്ട് കമോൺ. എക്സ്പ്രഷൻ എടു കമോൺ. അല്ലേ പണ്ടത്തെ ഒരു കിക്കാൻ്റെ ഒക്കെ ടേസ്റ്റ് ഇല്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. പല്ല് എടുക്കാൻ പറ്റില്ല, മൊത്തം ചോക്ലേറ്റ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഷുഗർ കട്ട് എന്നോ ഷുഗർ കട്ട് നമ്മളെ ദുബായിലൊക്കെ പോകുമ്പോൾ കഴിക്കുന്ന അതേപോലെ തന്നെ. ദുബായിൽ പോയിട്ടുണ്ട്. എപ്പാ കഴിച്ചിട്ടില്ല, നമ്മൾ പോയിട്ടുണ്ട്. ദുബായിലൊന്നും പോയിട്ടില്ല. ഞാൻ ദുബായിലൊന്നും പോയിട്ടൊന്നുമില്ല. നല്ല രസമുണ്ടല്ലോ. അയ്യോ ഇപ്പുറത്തെ കൊണ്ടിട്ട് ഇത് മൊത്തം കഴിച്ചിരിക്കും. അറ്റാക്ക് അറ്റാക്ക് കമോൺ അറ്റാക്ക്. ഒരു സ്പൂൺ വെറുതെ ഇരിക്കുന്നത്. ആ സെറ്റിന് കഴിച്ചു.
പിസ്താഷ്യോ ആരാ ട്രൈ ചെയ്യുന്നത്? അയന ഇതാ ട്രൈ ചെയ്യുന്നു. അതിനാണ് ഫുഡിൻ്റെ മെയിൻ സ്വീറ്റ്സിനെ പറ്റി പറയൂ. അതിനെ എങ്ങനെയുണ്ട് പറയൂ. പറയൂ. സൂപ്പർ. എത്ര രണ്ട് വാക്കുകൾ ഒതുക്കാതെ എന്തെങ്കിലും വാർദ്ധക്യപരമായിട്ട് എന്തെങ്കിലും പറയൂ. എന്തെങ്കിലുമൊക്കെ പറയൂ. പിസ്തയുടെ ടേസ്റ്റ് ഉണ്ടല്ലേ? നല്ല പിസ്തയുടെ ടേസ്റ്റ് ഉണ്ട്. ഓ നല്ലതാ നല്ലതാ. ചോക്ലേറ്റ് അപ്പൊ ചീസ് ബോംബ് അപ്പൊ ഇത് ചീസ് ബോംബ് കൊടുക്കാം. നമുക്ക് മൂർക്ക് കമോ ഇനി ആ ടേസ്റ്റ് നോക്കട്ടെ. ഹോമിയോ മിച്ചറാ? അതെന്താ മിച്ചർ? ഏത് മിച്ചറാണത്? കണ്ണൂരുള്ളതാണ്. അടുത്ത പ്രാവശ്യം കൊണ്ടുതന്നെ. മറ്റേ വെള്ള മിച്ചർ വൈറ്റ് ഫുൾ വൈറ്റ് ആയിട്ടുള്ള കപ്പലിനെ കിട്ടും. അത് തന്നെ ആ ടേസ്റ്റ് മിക്സറിൻ്റെ ടേസ്റ്റ് ഇപ്പോഴാണ് കിട്ടിയത്. മറ്റേ വൈറ്റ് മിക്സറില്ലടോ അതിൻ്റെ ടേസ്റ്റ്. ഇനി അപ്സി കമോൺ. ദുബായിൽ പോയി കഴിച്ച ആളാണ്. ദുബായ് പോയി ഉണ്ടായില്ല അവിടെ. ആ ദുബായ് പോയി കഴിച്ചതല്ല കഴിക്ക്. പിസ്തയ്ക്ക് പിന്നെ പിസ്തയുടെ ടേസ്റ്റ് കുനാഫയുടെ ടേസ്റ്റ് വരുമോ? കണ്ണാടി വെച്ച ഒരാൾ കഴിച്ച് തിരിച്ച് പറ. മറ്റേ ക്യൂട്ട് മറ്റേ ബാർബി ഡോളിനെ കണക്ക് ഇരിക്കുന്നത്. രണ്ട് വാക്കിലോ നിങ്ങൾ പറ. നമ്മളിതുവരെ ട്രൈ ചെയ്യാത്ത ടൈപ്പ് ഒരു ടേസ്റ്റ്. കൊള്ളാം, സംഭവം കൊള്ളാം. കേക്ക് ചോക്ലേറ്റിനോട് കുറച്ച് ഇഷ്ടമാണ് കേക്ക്. എങ്ങനെ പ്രപ്പറാ നല്ല ടേസ്റ്റ്. അവിടെ എന്തും പോകില്ലേ? അത് വളർക്കണ്ട. അവിടെ എല്ലാം കഴിക്കുന്ന അറിയാം. എല്ലാം കഴിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഡെസ്ക്രിപ്ഷൻ ഇല്ല. പക്ഷെ അങ്ങനെ പറയും ചോക്ലേറ്റിനോട് കുറച്ചുകൂടി താല്പര്യമുള്ള ഒരാളാണ്. ആ ഫേസിൽ തന്നെ ഉണ്ട് ഒരു ചോക്ലേറ്റ് ഫേസ് ഉണ്ട്. എവിടെയോ നടന്നുപോയ ഒരു അല്ല സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. ഇല്ല ഒരു ചോക്ലേറ്റ് ഫേസ് ഇല്ല പുള്ളിക്കാർക്ക്. നിങ്ങൾ എൻ്റെ കമന്റ് പറഞ്ഞു. ഇല്ല ഒരു ചോക്ലേറ്റ് ഫേസ് ഉണ്ട്. ഒരു ചോക്ലേറ്റ് എന്നെ കണ്ടേ എന്ത് പറയുന്നത്? ഞാൻ അവിടെയും ഇവിടെയും ഇല്ല എന്ന് നടക്കുന്ന ഒരാള് അത്രയല്ലേ തോന്നുള്ളൂ. അപ്സരക്ക് എന്താണ് ഇത്? അപ്സരക്കിന്റെ ഫോണല്ലേ? ഇത് അപ്സരക്കിന്റെ ഫോണല്ലേ? കവിളത്തു നിന്റെ ചിരി കാത്തിടാനിതുവഴി ഞാൻ തുണയായി വരാ. ഖലിപ്പ് കൂട്ടത്തിൽ മെയിൻ ഓളാണല്ലേ നിങ്ങൾ എല്ലാവരും കൊണ്ടു നയിക്കുന്നത്? അടിയെങ്കിൽ അടി, സംസാരത്തിന് മെയിൻ ആളുകൾ. അടിയെങ്കിൽ അടി, വെട്ടെങ്കിൽ വെട്ട്. ബാക്കി രണ്ടുപേരെ കൊണ്ടുവന്ന് ഓളാം. എങ്ങനെയുണ്ട് എറണാകുളത്ത് വന്നിട്ട്? ലൂപ്പാണല്ലേ? ലൂപ്പിൽപ്പെട്ട അവസ്ഥയല്ലേ? നാട്ടിൽ പോയിട്ട് വന്നില്ല? നാളെ വരുമ്പോൾ സീറ്റ്സ് കൊണ്ടുവരണേ. നമുക്ക് നാളെ കണ്ണൂർ സ്പെഷ്യലി കുറച്ച് സീറ്റ്സ് വരെ കൊണ്ട് തരാനുണ്ട്. റൂമിൽ തീർന്നില്ലല്ലോ? വേറെന്താ കളിന്ന്? കണ്ണൂർ സ്പെഷ്യൽ നെക്സ്റ്റ് വീക്ക് കൊണ്ടുവരാം. നാട്ടിൽ നിന്ന് വരുമ്പോൾ നെക്സ്റ്റ് വീക്ക് കൊണ്ടുവരണം. ലൊട്ടെ നിങ്ങളെ പറയാം ലൊട്ടെ. ലൊട്ട ഒരു ഒരു അതെന്തൊരു മറ്റേതല്ല സ്വീറ്റും ഇതോട്ടൊക്കെ ഉള്ളത്. മറ്റേ ഒരു സോസ് പോലത്തെ സാധനം ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ണൂർ കോക്ടെയിൽ നൈസ് അല്ലേ?
ഇവിടുത്തെ കണ്ണുകൊത്തിന് ഇവിടെ കുടിച്ചിട്ടില്ല. കുടിച്ചിട്ടില്ല. അവിടുത്തെ അവിടുത്തെ ഇവിടുന്ന് കുടിച്ചു. അവിടുത്തെ ഡെസേർട്ട് ബിരിയാണി ലഗൂൺ ബിരിയാണി ഫേമസ് ഷോപ്പുകളുണ്ട്. നമ്മൾ ഒരു കുറെ നാൾ മുമ്പ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു കല്യാണം ബേസ് ചെയ്തിട്ട് അവിടെ വന്നപ്പോൾ ഫുള്ള് ഫുഡ് അടിച്ചില്ല. 4 നേരം ബിരിയാണി. സദ്യ നമുക്ക് അങ്ങോട്ട് ഇതാവത്തില്ല. സദ്യയൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇവിടുന്ന്. നമ്മളെ സദ്യ കഴിച്ചിട്ട് ഇച്ചിരി കഴിച്ചുള്ളൂ. എന്നിട്ട് പോയി 4 നേരം ബിരിയാണി കഴിച്ചു. ആ ഓണത്തിനൊക്കെ അവിടെ നോൺ വെജ് ആണെന്ന് കേട്ടിട്ടുണ്ട്. കണ്ണൂർ ഭാഗത്ത് നോൺ വെജിന് ഭയങ്കര ഫേമസ് ആണ്. ഇവിടെ കടിയെല്ലാം കുറവാ. ചായക്കടിയല്ലോ. ഇവിടെ അങ്ങനെയല്ല. കല്ലുമ്മക്കായില്ല. കല്ലുമക്കായി ഇല്ല. നമുക്കിത് കണ്ണൂർ പോയി കല്ലുമക്കായി കഴിക്കാം. കണ്ണൂർ പോയി കല്ലുമക്കായി കഴിക്കണം. അതെങ്ങനെയാണ്? ബിരിയാണി അരിക്കടക്ക. 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 നോർമൽ ഒരു സാധനം ഒരു ബുക്കും പേപ്പറും ഒന്ന് എഴുതി തന്നു. ഞങ്ങളതൊക്കെ പോയി ട്രൈ ചെയ്തിട്ട് എന്തിനാ നമുക്ക് ഇവരായിട്ട് പോവാം. എന്തായാലും തെയ്യം കാണാൻ പോകുന്നത് തെയ്യം കാണാൻ പോണത്. എന്താടാ ഏതാ ഇതാ കണ്ണൂർ ഭാഷ പറഞ്ഞു മനസ്സിലാവുന്നവരുണ്ട്. പിന്നെ അവരവർക്ക് ഓരോ ഭാഷയില്ലേ. നമ്മുടെയൊക്കെ ഒരാളും പറയില്ല. കണ്ണൂർ ഭാഷയൊക്കെ നല്ലതല്ല, ഭയങ്കര രസമുള്ള ഭാഷയല്ല. പിന്നെ ഭയങ്കര രസമുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ശരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല ഞാൻ സംസാരിക്കുന്നത് ഇപ്പം മറ്റേ തിരുവനന്തപുരം വരാറുണ്ട്, കോഴിക്കോട് വരാറുണ്ട്, എറണാകുളം വരാറുണ്ട്, ആലപ്പുഴ ഉണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തായിരുന്നു. എനിക്ക് തോന്നിയിട്ടില്ല അതൊക്കെ. കൊള്ളാം നല്ല അങ്ങനെ വല്ലതും പറയും. ഇങ്ങനെ പക്ഷെ കൂട്ടത്തിൽ ബാർബിയുടെ അതേ ലുക്കുള്ളത് ഒരു കൊച്ചു കുട്ടീനാണ്. അനാമിക പിടിച്ചിരുന്നോ? തള്ളി താഴെ എപ്പോഴും വരില്ല. കൊച്ചിന് ആരെങ്കിലും ആയിരിക്കാൻ പറ്റില്ല. ഫാൻസ് നിങ്ങൾക്ക് ബാർബിയുടെ ലുക്കില്ലേ? ആടാ പണ്ടത്തെ ഒരു പാവയൊക്കെ നമ്മൾ വാങ്ങിക്കത്തില്ലേ, കടലൊക്കെ വാങ്ങിക്കത്തില്ലേ, അതിന്റെയൊക്കെ ലുക്കുണ്ട്. ഇത്രയും നല്ല ക്യൂട്ട്നെസ് ഫേസ് കണ്ടിട്ട് അന്നബില്ല എന്ന് പറയാൻ തോന്നി. അന്ന എന്ത് പറയണം? നോക്കി പിടിപ്പിക്കുന്നു. നോക്കി അങ്ങനെ ആവുന്നതല്ല, എന്നാലും പറയാനായിരുന്നു. ഓളുടെ ഫേസുമായിട്ട് നമ്മൾ അതെന്താ ഞാൻ ബാർബികളെന്ന് പറയാൻ കാര്യം എന്തെയാ, നമ്മുടെ ഞാൻ നിൽക്കുന്ന റൂമിൻ്റെ താഴത്ത് ഹൗസ് ഓണറുടെ കുട്ടിയും എൻ്റെ ഫേസും ഭയങ്കര ഫെമിലിയറാണ്. സീരിയസ്ലി പറഞ്ഞാൽ അതുപോലെ ഉണ്ട്. കൊച്ചു കൊച്ചിനെ കൂടെ ഇരിക്കുന്നത്. വെറുതെ പറയണാണ്, വാടക കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉള്ള അടവാണ്. അടുത്ത ഫുഡൊക്കെ കണ്ണൂരത്തെ ഫുഡാണ്, കൊച്ചിയത്തെ ഫുഡാണ്? കണ്ണൂരത്തെ ഫുഡാണ്. കണ്ണൂരത്തെ ഫുഡ് ചാടി വന്നത് കണ്ണൂർ. പക്ഷേ കൊസറിലപ്പോ സൈനമുണ്ട്. അവിടെ നിന്നാണ് എന്ത് കഴിച്ചിരിക്കുന്നത്? ഇത് കഴിച്ചിട്ടുണ്ട്. ഇതും അതും തമ്മിലുള്ള വ്യത്യാസം സെയിം ആണല്ലേ? എടാ ചോക്ലേറ്റ് ഇഷ്ടമാണെന്ന് കഴിക്കാതെ കഴിക്കും. നമ്മൾ വീഡിയോ കുറച്ചൊക്കെ കട്ട് ചെയ്തേക്കാം. കഴിച്ചോ? കണ്ണൂർ കോക്ടെയിൽ കുടിച്ചായിരുന്നു നിങ്ങൾ? ഇവിടുത്തെ കുടിച്ചിട്ടില്ല. ഞാനാണ് കുടിച്ചിട്ട് മഞ്ചേരി ഇത്രയും ദിവസം ഇല്ലായിരുന്ന പല എക്സ്പ്രഷനുകളും ഭാവങ്ങളും മുഖത്ത് വിങ്ങി വിരിയുന്നുണ്ട് കേട്ടോ. കൊറേ മിന്നി വിരിയുന്നുണ്ട് കാണുന്നുണ്ട്. അഫ്സീന് ഉമ്മ ഫിനിഷ് ചെയ്ത് ചോക്ലേറ്റ് അവസാനം ഇച്ചിരി പുറകോട്ടായി പോളിങ് പോയി. എല്ലാവരും ഷുഗർ കട്ടാണ്, ഒന്നും ബാലൻസ് ഇല്ല. വളരെ ലേറ്റ് ആയിട്ടാണ് എല്ലാവരും കഴിച്ചേക്കുന്നത്. വേറെ ഏലാതിരിപ്പുണ്ട്, എല്ലാവരും ഷുഗർ മാറ്റാനുണ്ട്, ചെറിയ കിക്ക് മാറ്റാനുണ്ട്. ഏലാതിരിപ്പുണ്ട്. ഏലാദേശം കുറച്ച് കിക്ക് മാറുന്നു. കൊള്ളാം, ഫുഡ് നൈസായിരുന്നു. വൺ ടൈം ഇടയ്ക്ക് ചുമ്മാ ഫ്രണ്ട്സായിട്ട് നിന്ന് ഗ്യാദർ ചെയ്ത് കളിക്കാൻ പറ്റിയ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ഫ്രണ്ട്സിന് ഫ്രണ്ട്സ് അല്ലേ വരും. ഇപ്പം നമ്മുടെ കമ്പനിയാണ്.
എന്ത് എവിടെ പരിപാടി വെച്ചാലും ഇവൻ പൈസ കൊടുക്കണോണ്ട് ഞാൻ ക്ഷമിച്ചു. പോട്ടെ സാരിയില്ല, നമുക്കെല്ലാം ശരിയാക്കാം. പിള്ളേർ പക്ഷെ ഒരു ആഗ്രഹം കൂടി പറഞ്ഞു, പിള്ളേർക്ക് ഒരു കണ്ണൂർ കോക്ടെയിൽ വാങ്ങിച്ചു കൊടുക്കാം. നാളെ വാങ്ങിച്ചു കൊടുക്കാം, ഇന്ന് വാങ്ങിച്ചു കൊടുക്കാം. ഇന്ന് വാങ്ങിച്ചു കൊടുക്കാം. ഒരെണ്ണം വാങ്ങിച്ചു. അത് വിത്തൗട്ടാ. കണ്ണൂർ കോക്ടെയിൽ എങ്ങനെ വിത്തൗട്ട് വരുന്നത്? ഒരെണ്ണം വാങ്ങിച്ച് വിസിറ്റ് ചെയ്ത് നോക്കാം, ടേസ്റ്റ് അറിയാം. രണ്ട് ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ പോകുന്നത്. 2 ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോകണം. വീക്കെൻഡ് വീട്ടിൽ പോവാ. എല്ലാ വീക്കെൻഡ് വീട്ടിൽ ഇപ്പൊ ദീപാവലി അല്ലേ അപ്പൊ അവിടെ ദീപാവലി ഇല്ല. അവധി ഇറങ്ങി പോകാനുള്ള സിഗ്നൽ സംഭവം എന്തായിരുന്നു? ഷാനൊക്കെ വരാൻ വേണ്ടിട്ട് നിങ്ങളുടെ റൂമിൽ 4 പേരല്ലേ? ആ, അതെ. നിങ്ങൾ 4 പേരല്ലേ? ഒരാൾ വന്നില്ലല്ലേ? ഓ ഇമോഷൻ ഏട്ടനെ കാണാൻ വേണ്ടി ഓടി വരുന്നതാ. ഓ ഫാൻ ഓ എന്നാ പിന്നെ ഓക്ക് നിങ്ങൾ തുടങ്ങിയപ്പോഴേ വിളിച്ചു വിടായിരുന്നു നമ്മളെ. ഇല്ല, പുറത്ത് പോയിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്ത് പോയതാ. അവര് വേറെ ഗ്യാങ് ഉണ്ട്, നിങ്ങൾക്ക് ഗ്യാങ് ആരുമില്ല. നമ്മളുണ്ട് ഇവിടെ, നിങ്ങൾ ഞങ്ങളുണ്ട് ഇവിടെ. എന്തുണ്ട് വിളിച്ചാൽ മതി. അല്ല ചേട്ടാ, നമ്മളാ ഹോട്ട് ബോക്സിന് ഫ്രണ്ട് ഉണ്ടാവും, നോക്കിയാൽ അവിടെ കാണാം. ഡെയിലി ഉണ്ടാവും. ഡെയിലി മന്തിരി എപ്പോഴും ഉണ്ടാവും. എടാ നമുക്ക് ഇപ്പൊ എനിക്ക് വർക്കുണ്ടെന്നുണ്ടെങ്കിൽ വർക്ക് കഴിഞ്ഞ് ഞാനും അപ്സിയും കൂടെ നേരെ ഇങ്ങോട്ട് വരും. അല്ല വർക്കില്ലെന്നുണ്ടെങ്കിൽ ഇന്നലെ പോയത് എത്ര മണി? 4 മണിയാ. 4 മണിയാ ഇവിടുന്ന് പോയപ്പോ. 4 മണിക്ക് പോയി വീഡിയോ എടുത്ത് CCTV വേണ്ട. CCTV വേണ്ട സത്യം. ഇന്നലെ 4 മണിക്ക് പോയി വീഡിയോ എഡിറ്റ് ചെയ്ത് 6:30 എപ്പോഴും ഞാൻ കിടന്നത്. എല്ലാവരും ഉറക്കിയിട്ടിപ്പോ ഞാൻ കിടക്കാൻ പോണത്. കോമഡി ആയിരുന്നു. ഇത്ര നേരമായിട്ട് ബാർബി ഒന്നും പറഞ്ഞില്ല. ബാർബി പറ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ടൈം സ്പെൻഡിങ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു? അടുത്ത് വെച്ചിട്ട് നല്ലായിരുന്നാ? നല്ല ടൈം ആയിരുന്നാ? ആറ്റിറ്റ്യൂഡ് എന്താ അൺഎക്സ്പെക്ടഡ് ഉണ്ടല്ലേ? എന്ത് നമ്മളെയൊന്നും ആരും വിളിക്കുന്നില്ല. ഓ കറക്റ്റ്. താങ്ക്സ്. ഇതിന് താങ്ക്സ് പറയേണ്ട ഇരിക്കല്ല, ദാസേട്ടനാണ് താങ്ക്സ് പറയേണ്ടത്. ഞാൻ ഇങ്ങനെ സാധനം ചെയ്യാൻ പറഞ്ഞപ്പോൾ ദാസേട്ടൻ അവരുടെ പാടാ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു റൗണ്ട് നടന്ന് ഇവിടെ നിന്ന് 5 മിനിറ്റ് നമ്മളത്തേക്ക് നടക്കണം. അപ്പോൾ ദാസേട്ടനോട് ഒന്നും നടന്ന് നോക്കാന്ന് പറഞ്ഞ് നിങ്ങൾ പോകണ കണ്ടപ്പോൾ ദാസേട്ടൻ അവിടെ പോയി ചോദിക്കും സെറ്റായിരിക്കുന്നു പറഞ്ഞാൽ ദാസേട്ടൻ എൻ്റെ ദൈവമാണ്, എൻ്റെ കൺകെട്ട ദൈവമാണ് ദാസേട്ടൻ. ദാസേട്ടൻ്റെ ഫോട്ടോ ഞാൻ പ്ലേസ് ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നാ? നൈസ് എക്സ്പീരിയൻസ്. നമ്മളിങ്ങനെ വിശന്ന് വരുന്നതും പക്ഷെ മധുരായത് കൊണ്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, നൈസ്. ഇനി എന്തെങ്കിലും കൊണ്ട് വിളിച്ചേ നമുക്ക് എവിടെയൊക്കെ പോകാൻ സെറ്റാക്കാം. നിങ്ങളുടെ ഫ്രണ്ട് വരുന്നില്ലേ? ആത്മാർത്ഥ സുഹൃത്ത് എവിടെയുണ്ട്? ഓൺ ദ വേ അല്ല, വന്നിട്ട് ആ എക്സ്പ്രഷൻ കൂടെ എടുക്കണം. പക്ഷെ ഇവര് മൊത്തം റൂമിൽ 4. അപ്സി ഫോക്കസ് അല്ല നോക്കിയേ. ഫോക്കസ് 5 ആളുണ്ടോ? ഫോക്കസ് ആണോ നോക്കി? 5 ആളുണ്ടോ? ആ നിങ്ങൾക്ക് വർക്കൊന്നും ആയില്ല? എവിടെയെങ്കിലും ജോലി വേക്കൻസി ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണം. പിള്ളേർക്ക് അല്ല കമന്റില്ല, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാൻ അല്ല എവിടെയോ എന്തോ കണ്ട പോലെ. അതിപ്പോ പിടിച്ചോ, അറിയുന്നില്ല. ഫ്രണ്ട് എന്താ? ഫ്രണ്ട് ഇപ്പൊ വരുമോ? എവിടെ ഫ്രണ്ട് വരുമ്പോഴത്തേക്കും അവസ്ഥ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ എല്ലാ ദിവസവും ഇത് വഴി വരുമ്പോ കസല പോയി ചീസ് ബോംബ് കഴിക്കുമ്പോഴേക്കും പ്രിപ്പയർഡ് ആയിരുന്നു. ഫ്രണ്ടിനെ കൂട്ടിയിട്ട് ചതി എന്ന് പറഞ്ഞ ഒരു കാര്യം എല്ലാം നമുക്ക് ഒന്നേ നടക്കാം. അല്ല ദാസേട്ടാ തിരുമ്മ പേഴ്സ് ഫോട്ടോ അറിയാം. മിത്തേക്ക് വെക്കരുത്. ഇത്ര നേരം ക്യാമറ പിടിച്ചെന്ന അപ്സി ക്യൂട്ട്നെസ്. പിന്നെ ഫ്രണ്ട് ഇപ്പൊ വരുമോ? ഫ്രണ്ടിന്റെ എക്സ്പ്രഷൻ കിട്ടണം. അതാണ് മെയിൻ. ഫ്രണ്ട് വന്നാ പിടിച്ചേ. അവളുടെ ഫ്രണ്ട് വന്നാ എന്ത് പറഞ്ഞായിരുന്നു? ഫ്രണ്ടിന് എന്നെ അറിയാം. ചിലർക്ക് പുണ്യം അല്ലേടാ? നീങ്ങോ അനീങ്ങോ? അല്ലടാ ഫ്രണ്ട് തന്നെ അറിയാന്നല്ലേ പറഞ്ഞ? അപ്പൊ ഇവരുടെ എക്സ്പ്രഷൻ എന്തായിരുന്നു? പുച്ഛഭാവല്ലായിരുന്നു? പുച്ഛ. അയ്യേ അപ്സി വിഷമിക്കണ്ട. വിഷമിക്കണ്ട. അപ്സിയൊക്കെ ഭയങ്കര വിഷമം. എടാ സീരിയസ്ലി നിങ്ങൾ എവിടെ പോയതായിരുന്നു? സത്യം പറഞ്ഞ ഫേസ് വാഷ് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാ.
ഇത് പറയണ്ട കള്ളം പറ. ആ സത്യം സത്യം പറഞ്ഞു സത്യം പറഞ്ഞു. അല്ല ഏട്ടനെ കണ്ടോണ്ട് ഇങ്ങനെ ഓടി വന്നേന്ന് പറയണ. അല്ല എന്ത് മനുഷ്യനാണ് ആ ഒരു പിള്ളേർ സത്യം സത്യമായിട്ട് പറഞ്ഞു കൊടുത്തില്ലായിരുന്നാ? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ കൊച്ചു പറഞ്ഞിട്ടില്ല, അങ്കിളിനെ കണ്ടിട്ട് വന്നതാണ്. അയ്യോ നിങ്ങൾ പിന്നെ വലിയ ആളാണല്ല. ഫേസ് വാഷ് വാങ്ങാൻ പോയിട്ട് കസർലബാൻ കഴിക്കാൻ വന്ന ഭാഗ്യമുണ്ടായ 3 പിള്ളേരാണ്. അതെ. താങ്ക് യു ഫോർ ദ താങ്ക് യു. വൈഫൈ എൻ്റെ ലക്ക്. പക്ഷേ എൻ്റെ ലക്കും കൂടെ ഉണ്ടോ? നിങ്ങൾക്കും കൂടെ വീഡിയോ ഒക്കെ അത് വരാൻ പറ്റിയത്, നിങ്ങളെ കിട്ടിയതും. ചില ആൾക്കാരെ കണ്ണൂർ കൊട്ടലി കുടിക്കുക എന്നിട്ട് സൈഡിൽ നിന്ന് കുടിക്കുന്നുണ്ട്. ഇല്ല ഞാൻ കുടിക്കില്ല, സൈഡിൽ നിന്ന് അടിക്കുന്നുണ്ട്. എന്ത് എങ്ങനെയാണെന്ന് പറയുന്നത്? ഒരു ഓവറോൾ ഒരു 1 out of 10 എത്ര ഉണ്ടാവും ഈ ഒരു വൈബിന്? കുറച്ച് നേരത്തെ ഇതിന് 10 ഫുൾ വൈബായിരുന്നു. 10 സെറ്റ്. താങ്ക് യു. നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ. താങ്ക്സ് ടു ദാസേട്ടൻ ഫോർ ദിസ് ഐഡിയ. ദാസേട്ടൻ പറഞ്ഞ ഐഡിയ കാണിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് പരിപാടി നടത്തിയത്. നൈസ് പിള്ളേരായിരുന്നു, നൈസ് വൈബായിരുന്നു. അവരും കട്ടൊക്കെ എടുക്കുന്നത് അധികം സംസാരിച്ച് അവർ കണ്ണൂർ ഭാഷയുകൊണ്ട് അവർക്ക് സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. നെഗറ്റീവ് ആവുമോ, ആരെങ്കിലും വല്ലതും പറയുമെന്ന് വെച്ച്. പക്ഷേ അതൊന്നും ഇപ്പം അങ്ങനെയൊന്നും ഇല്ല. സോ എന്തായാലും നന്നായിട്ട് സംസാരിച്ച് സെറ്റായിരുന്നു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എൻ്റെ വീഡിയോ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. എന്താ പറയുക, അത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മൾ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വരും. അപ്പം മറ്റൊരു വീഡിയോ സന്ധിക്കും വരയ്ക്കും വണക്കം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ മറ്റൊരു വീഡിയോ സന്ധിക്കും വണക്കം. നിങ്ങളെ പറഞ്ഞിരുന്നത് പിള്ളേർ നമുക്ക് സീഡ്സ് കൊണ്ട് തരും എന്നുള്ളത് കൊണ്ട് തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇത്രയല്ലായിരുന്നു, നിറച്ചുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും കഴിച്ചു. ഞാൻ വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയി, അതുകൊണ്ടാണ്. ഓക്കെ, പിള്ളേരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.